നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നുള്ള സമാധാനവും സന്തോഷവും ഈ രാവിലെ സമയം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഈ ദിവസത്തേക്കുള്ള ചിന്തയ്ക്കായുള്ള പഴയ നിയമ വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 1 മുതൽ 1-2 വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 1-2 വാക്യം. എന്നെ അനുഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാൻ ഇടയായി. എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജാതിയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു. സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുടെ ഉറവിടമായിരിക്കുന്ന സർവശക്തനായ നല്ല ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ വിലയേറിയ ജീവിതത്തിനായി നന്ദി പറയുന്നു. അവിടുത്തെ കരുണയും കൃപയും ഞങ്ങളുടെ മേൽ പകർന്നപ്പോൾ ഞങ്ങൾ ഏറ്റവും സന്തോഷമുള്ളവരായി തീരുവാൻ കഴിഞ്ഞു. ഇന്ന് ഈ പ്രഭാതത്തിൽ തിരുസന്നിധിയിലേക്ക് വരാൻ ദൈവം ആവശ്യമായ നല്ല കൃപ പകർന്നു ഞങ്ങളെ ബലപ്പെടുത്തി. ഈ രാവിലെ സമയം എത്രയോ പേര് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. അതിനേക്കാൾ ഉപരിയായി ഒരു പ്രാർത്ഥന ജീവിതത്തോടുകൂടെ നല്ല മനസ്സാക്ഷിയോടുകൂടെ ദൈവസന്നിധിയിൽ വരുവാൻ ദൈവം ഇടവരുത്തി. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണം. ഇന്നത്തെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവകൃപ ധാരാളമായിട്ട് പകരണം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്ര വിലയേറിയ ഒരു ദിവസത്തിൻ്റെ മഹനീയമായ ഒരു അനുഭവത്തിലാണ് നാം ആയിരിക്കുന്നത്. ഞാനതിനെ ഇന്നത്തെ ചിന്തയായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു കാര്യം, ഇസ്രായേൽ ജനം മത്സരികളായി തീർന്നിരിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ ഏതു വിധത്തിൽ ആയിരിക്കുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു സമയമാണ്. ഇതിനൊരു തലക്കെട്ട് നമ്മൾ കൊടുത്താൽ ഇത് തന്നെയാണ്: മത്സരിക്കുന്ന ജനത്തിൻ്റെ മുമ്പിൽ മത്സരികളല്ലാതെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ കഴിയുന്ന ശ്രേഷ്ഠതയുള്ള ഒരു ജാതി ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം അവസാനിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ശക്തിയുടെ അനുഭവങ്ങളെ പ്രസിദ്ധമാക്കുവാൻ വേണ്ടി സഭ പ്രാർത്ഥിച്ചു എന്നാണ്. അവിടുത്തെ ഞെരുക്കത്തെക്കുറിച്ച് സങ്കടം പറയുന്ന ഒരനുഭവമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം വെളിപ്പെടുത്തുന്നത്. എന്നാൽ 65-ലേക്ക് വരുമ്പോൾ പുറംജാതിക്കാർ വിളിക്കപ്പെടുന്നതും യഹൂദന്മാർ ത്യജിക്കപ്പെടുന്നതും പുതിയ യെരുശലേമിൻ്റെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് വ്യക്തമായി ഇതിനെ പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇവിടെ ഈ വായിച്ചതായ 2-ാം വാക്യത്തിൽ, അല്ലെങ്കിൽ 65-ന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് മനുഷ്യർ ആകാത്ത വഴിയിൽ മത്സരമുള്ള അനുഭവത്തിലേക്ക് അവർ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മനോഹരമായ ഈ ജീവിതത്തിൽ ദൈവത്തെ വിട്ടുപോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഈ ലൂഥറൻ സഭ എന്ന് പറയുന്നത് ഏറ്റവും വിശേഷതയുള്ള
ഒരു ആരാധനയുള്ള ഒരു സ്ഥലമാണ്. കാരണം കൽപ്പനകൾ പഠിപ്പിക്കാനും അതുപോലെ തന്നെ വിശ്വാസ പ്രമാണങ്ങൾ പഠിപ്പിക്കുവാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി പഠിപ്പിക്കുന്ന, അടിസ്ഥാനമായി പഠിപ്പിക്കുന്ന ഒരു സഭയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് പഠിക്കുവാനും ചിന്തിക്കുവാനും ആരാധിക്കുവാനും പറ്റിയ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ദൈവാലയമാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ ഈ ദൈവസന്നിധി വിട്ടു മാറിപ്പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരനുഭവം അവർക്ക് ശരിയായി ദൈവവചനം വിശ്വസിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞ കാര്യം ഇതാണ്: സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടും എന്നാണ്. അങ്ങനെ ഒരു വ്യക്തി ദൈവസഭ വിട്ട് മാറിപ്പോകുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൈ അവിടെ ചെല്ലുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. ഇതിന് റോമാലേഖനം 10-ാം അധ്യായം 20-ാമത്തെ വാക്യവും ഇതിനെ രേഖപ്പെടുത്തിനെ ഓർപ്പിച്ചുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നു: എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു എന്നാണ്. ഒരു പക്ഷെ നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് പോയതല്ല, ദൈവം നമ്മെ അന്വേഷിച്ച് ഈ ഭൂമിയിലേക്ക് വന്നു തെരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ ദൈവമാണ് പറയുന്നത് മനുഷ്യൻ ആകാത്ത വഴിയിലൂടെ നടന്ന് മത്സരമുള്ള ജനത്തിൻ്റെ വഴികളിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഇടവിടാതെ ദൈവത്തിൻ്റെ കരം അവിടേക്ക് ചെല്ലും എന്നാണ്. ഈ ജനത്തിന് കുറേ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് 3 മുതൽ കുറേ ഭാഗം അല്ലെങ്കിൽ 6 വരെ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിഗ്രഹങ്ങളെ ആശ്രയിക്കുന്ന അനുഭവമുണ്ടായിരുന്നു, പലതും ബലി കഴിക്കുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു, കല്ലറകളിൽ കുത്തിയിരിക്കുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു, ഗുഹകളിൽ രാപ്പാർക്കുന്ന അനുഭവമുണ്ടായിരുന്നു, അന്ന് നിഷേധിച്ചതായിരിക്കുന്ന പന്നിമാംസം കഴിക്കുന്നവരായി പ്രത്യേകമായ ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ മനുഷ്യനോട് പറയുന്നത് അവരുടെ മാർവിടത്തിലേക്ക് തന്നെ ഞാൻ പകരം വീട്ടും എന്നാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം പറയുന്നു, ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് മനുഷ്യൻ യാത്ര ചെയ്താൽ, ആരാധന നിഷേധിച്ചാൽ, ആരാധനയെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധം ഒരു ദൈവികമായ സാന്നിധ്യത്തോടുകൂടെ ദൈവത്തിൻ്റെ കൈ അടുത്ത് വരും എന്നാണ്. ഈ ദൈവത്തിൻ്റെ കൈ മനുഷ്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അത് വളരെ പ്രയാസമാണ്. കാരണം അവന് താങ്ങുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുവാനായിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ, പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായം നൽകുവാൻ, വീഴാതെ വണ്ണം നിങ്ങളെ നിർത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ നമ്മൾ തളർന്നു പോകുവാനോ വാടിപ്പോകുവാനോ ഇടവരരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം ആവശ്യപ്പെടാതെ തന്നെ നമ്മെ തേടി വന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പറയുന്നത് ഇങ്ങനെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം 65-ന്റെ 8-ാമത്തെ വാക്യം പറയുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത്, ഒരനുഗ്രഹം അതിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ദാസന്മാർ നിമിത്തം പ്രവർത്തിക്കും, എല്ലാവരെയും നശിപ്പിക്കുകയില്ല എന്നാണ്. അപ്പോൾ എല്ലാവരെയും നശിപ്പിക്കാനുള്ള ഒരു ചിന്തയല്ല ദൈവത്തിനുള്ളത്. മനുഷ്യൻ വഴിതെറ്റിപ്പോകുമ്പോൾ ആരാധനയെ ദൈവം ഈ ലോകത്തിലെ മനുഷ്യൻ തള്ളിക്കളയുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ദൈവികമായ സാന്നിധ്യം കടന്നു ചെല്ലുകയും
അവൻ്റെ മാർവിടത്തിലേക്ക് ദൈവത്തിൻ്റെ കൈ നീട്ടുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഭാഗത്ത് അത് അവിടെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രാധാന്യത്തോടുകൂടെ ഒരു കാര്യം ഓർപ്പിക്കുന്നത്, ഒരു ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ മാനസാന്തരപ്പെടുന്നത് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പൗലൂസും ശീലാസും കൂടി പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ച് അവിടെ കടൽ തീരത്ത് പോവുകയാണ്. അവിടെ ത്വയതര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു എന്നാണ്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത്, ലോകത്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ മനുഷ്യർ എവിടെയെല്ലാം കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രാർത്ഥന സ്ഥലം അന്വേഷിച്ചാണ് പൗലുസും ശീലാസും കൂടെ ആ ഭാഗത്തേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ രക്താംബരം വിൽക്കുന്ന, ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം വിൽക്കുന്ന ഒരു സ്ത്രീയാണ് ലുദിയ എന്ന് പറയുന്ന ആ സ്ത്രീ. ആ സ്ത്രീ ഒരുപാട് രാജാക്കന്മാരുമായിട്ടും അന്നത്തെ പ്രഭുക്കന്മാരുമായിട്ടും നല്ല പരിചയമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ആ പരിചയമൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല വിലപിടിപ്പുള്ള വസ്ത്രം വിൽക്കുവാനായിട്ട് കാത്തിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ശബ്ദത്തിനു വേണ്ടി ചെവി കോർക്കുന്ന, മനസ്സിന് ഇടം കൊടുക്കുന്ന, അതിനുവേണ്ടി തൻ്റെ ഹൃദയത്തെ സമർപ്പിക്കുന്ന ഒരു സ്ത്രീയായി നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിതാണ്, ആ സ്ത്രീ അല്ലെങ്കിൽ ദൈവഭക്തയായ ഒരു സ്ത്രീ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നിരുന്നു എന്നാണ്. അപ്പോൾ ഹൃദയം തുറക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഹൃദയം തുറക്കാതെ, ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ, ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാതെ മാറി നിൽക്കുന്ന എത്ര പേരുണ്ട്. ഒത്തിരി വ്യക്തി ജീവിതങ്ങൾ പലപ്പോഴും പല ഭാഗങ്ങളിലും നിൽക്കുന്നത് കാണാൻ സാധിക്കും. എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് പ്രയാസമാണ്, കഷ്ടപ്പാടാണ്, കണ്ണുനീരിൻ്റെ അനുഭവമാണ് എന്നൊക്കെ പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ 2006 മുതൽ 2008 വരെ 2 വർഷക്കാലം ഞാൻ ആദിവാസികളുടെ പ്രവർത്തന മേഖലകളിൽ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായിട്ട് കോഴിക്കോട് ഭാഗങ്ങളിൽ ഇന്ന് അപകടം സംഭവിച്ച് ശൂന്യമായി കിടക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ തിരുവമ്പാടി ആ ഭാഗത്തൊക്കെ 18 ആദിവാസി കോളനികളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ആ 2 വർഷക്കാലവും ഭവനങ്ങൾ കയറിയിറങ്ങി സുവിശേഷം പറയുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ആ സ്ഥലത്ത് കോഴിക്കോട് ചേവായൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കുഷ്ഠരോഗ ആശുപത്രിയുണ്ട്. അവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു ചാപ്പൽ ഹാളായിട്ട് ഒരു ആരാധനാ സ്ഥലമുണ്ട്, ഒരു ഹാളുണ്ട്. അവിടെ 2 വർഷം ആരാധന നടത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു. അവിടെ 275 പേര് പാർക്കുന്ന കുഷ്ഠരോഗികളുടെ ഇടയിൽ ഏകദേശം 45ഓളം വ്യക്തികൾ ആ 2-ാം ബെല്ലടിക്കുമ്പോൾ കൈകാലില്ലാത്തത്, മൂക്കില്ലാത്തത്, ചെവിയില്ലാത്തത്, നടക്കാൻ പറ്റാത്തത്, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ 2 കാലും 2 കൈയും നഷ്ടപ്പെട്ട് കിടക്കുന്ന വ്യക്തികൾ എഴഞ്ഞ് വലഞ്ഞ് ആ ആരാധന സ്ഥലത്തേക്ക് കടന്നു വരുമായിരുന്നു. പ്രിയമുള്ളവരെ, എത്ര സന്തോഷത്തോടു കൂടെയാണ് അവർ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഒരു പരിഭവമോ പരാതിയുമില്ല. ഞങ്ങളുടെ കൈ നഷ്ടപ്പെട്ടതിനോ കാല് നഷ്ടപ്പെട്ടതിനോ നടക്കാൻ പറ്റാത്തതിനോ ഒന്നും പരാതിയില്ലാതെ ദൈവസന്നിധിയിൽ കടന്നു വരുന്ന അനുഭവം എനിക്ക് കാണുവാൻ ഇടയുണ്ടായി. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, അങ്ങനെ കൈയും കാലും നഷ്ടപ്പെട്ടവർ, ചെവി നഷ്ടപ്പെട്ടവർ, കണ്ണ് കാണാൻ കഴിയാത്തവർ തിരിച്ച് സൗഖ്യം പ്രാപിച്ചിട്ട് ഇവരെ വീട്ടിലേക്ക് അവർ കൊണ്ടുപോകുന്നില്ല. പ്രത്യേകിച്ച് അവിടെ തന്നെ പാർപ്പിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ മക്കളുണ്ടാകും, മരുമക്കളുണ്ടാകും, ചെറുമക്കളുണ്ടാകും. ഇവരാരെയും ഇവരെ അടുപ്പിക്കുന്നില്ല. അസുഖം ഭേദമായിട്ട് പോലും ഇവരെ അടുപ്പിക്കുന്നില്ല. കാരണം ഇവരെക്കുറിച്ച് ഒരു കുഷ്ഠരോഗികളാണ് എന്ന ചിന്തയിൽ മാറ്റി പാർപ്പിക്കുകയാണ്. അതിലൊരാൾ പറഞ്ഞത്, എനിക്ക് ഒത്തിരി സ്വത്തുക്കളുണ്ട്, എൻ്റെ കൈ കൊണ്ടാണ് ഞാനിതെല്ലാം അധ്വാനിച്ചത്, പക്ഷേ എന്നെ മക്കളോ മരുമക്കളോ ചെറുകുഞ്ഞുങ്ങളോ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാണ്.
ഞാൻ പറയുന്നത് നമ്മുടെ ഈ ദേശം ദൈവം എത്ര സൂക്ഷിച്ചിരിക്കുന്നു, ഈ അവസ്ഥയിൽ നിന്നൊക്കെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പോലും, അല്ലേ, എത്ര പ്രയാസമാണ്, നടക്കാൻ പറ്റത്തില്ല എങ്കിലും ദൈവസന്നിധിയിൽ വന്നാൽ ദൈവ അനുഗ്രഹം തരും, നന്മ തരും, ആശ്വാസം തരും എന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്തുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ദേവാലയത്തിൽ വന്ന് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചാൽ ഇവിടെ നിന്ന് കിട്ടുന്ന അനുഗ്രഹം പോലെ വേറെ ഒരു സ്ഥലത്തൊന്നും കിട്ടത്തില്ല. ഇത് നമ്മുടെ ഭവനമാണ്, നമ്മുടെ വീട്ടിലെ അനുഗ്രഹമാണ്. ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമായി ഭവനം തരുന്നത്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ നന്മ പകരുന്ന ഒരു സ്ഥലമാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ അവിടെ അനുഗ്രഹം ഉണ്ടാകും. ഒരിക്കലും മക്കൾ വഴിതെറ്റി പോകരുത്. അവരെ കഷ്ടപ്പെട്ട് മക്കളെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുമ്പോൾ അവർ വഴിതെറ്റി പോകരുത്. അനുസരണമുള്ള മക്കളായി തീരണം. അവർ പറയുന്ന വാക്കുകൾ കേൾക്കണം. ദേവാലയത്തിൽ നിറപടിയായി നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ ആത്മീക അനുഭവവും ദൈവ വേലയ്ക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാവർക്കും പള്ളിയിലെ പുരോഹിതനാകുവാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ പള്ളിയിൽ, ദേവാലയത്തിൽ ഒത്തിരി കാര്യങ്ങളിൽ പങ്കാളികളായി തീരുവാനായിട്ട് സാധിക്കും. യുവജന സംഘടനയായിട്ട്, ബാലജന സംഘടനയായിട്ട്, സൺഡേ സ്കൂളായിട്ട്, അതിൻ്റെ ടീച്ചേഴ്സുമാരായിട്ട്, അല്ലെങ്കിൽ VBS ആയി, ഇങ്ങനെയുള്ള എല്ലാ സംഘടനകളിലും നിന്നുകൊണ്ട് നമുക്ക് ഈ ദൈവത്തെ സന്തോഷിപ്പിക്കുവാനും ദൈവത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും കഴിയും എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ലുദിയ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ അത് സംസാരിക്കുന്നതിനിടയിൽ പൗലോസും ശീലാസും ദൈവത്തിൻ്റെ വചനം സംസാരിച്ചപ്പോൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. അവളുടെ ഹൃദയം തുറന്നു. അവളും അവളുടെ കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു എന്നാണ്. അവിടെ ദൈവദാസന്മാരെ സ്വീകരിക്കുന്ന, ആദരിക്കുന്ന ഒരു കുടുംബമായി ആ സ്ത്രീ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഈ രാവിലെ സമയം ഈ ദൈവവചനത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ വരുമ്പോൾ എത്ര അനുഗ്രഹകരമായ ഒരനുഭവമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് വായിച്ച ലേഖന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഓർപ്പിക്കുന്നു. ഒന്ന്, ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ മാറ്റുകയാണ്. അതുകൊണ്ട് അവരെ അതിൽ നിന്ന് മാറ്റി ശിശുപാലകനായ ന്യായപ്രമാണത്തിൻ്റെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. യേശുവിനെ കാണാതെ മോശയിലേക്ക് പോകുന്ന പഴയ നിയമത്തിൻ്റെ കാലം, കുറ്റം പറയാൻ മാത്രമുള്ള, പഴയ നിയമത്തിൽ മാത്രം ആശ്രയിക്കുന്ന, ബന്ധനത്തിൽ ആശ്രയിക്കുന്ന അനുഭവത്തിലായിരിക്കുന്ന മനുഷ്യനെ കരുണയുടെ, കൃപയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പണ്ട് കാലഘട്ടങ്ങളിൽ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ മനുഷ്യരായിരുന്നു. അന്ന് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് അതിൻ്റെ പിന്നാലെ പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ബൈബിൾ പറയുന്നത് ശിശുപാലകനായ ഒരു ന്യായപ്രമാണം നിനക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ പറയുന്നത് ഒരു ന്യായപ്രമാണ മുഖാന്തരം അവനെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ച് ദൈവിക കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ ഈ രാവിലെ സമയം നമ്മുടെ കുളിമുറിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ രണ്ട് കാര്യങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, മുകളിൽ വച്ചിരിക്കുന്ന മനോഹരമായ ഒരു കണ്ണാടി കാണാം. അതിൻ്റെ താഴെയിലേക്ക് നോക്കുമ്പോൾ ഒരു നല്ലൊരു വാഷ് ബേസ് കാണാം. നമ്മുടെ മുഖത്തിരിക്കുന്ന കരിയെ അത് മാറ്റുവാനായിട്ട് നമ്മൾ കണ്ണാടിയുടെ അടുത്ത് നിൽക്കുകയാണ്. ഈ കണ്ണാടിയോട് പറയുകയാണ്, നീ എനിക്ക് ഈ കരിയൊക്കെ ഒന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ കണ്ണാടി ഒരിക്കലും നിങ്ങളുടെ ഈ മുഖത്തെ കഴുകി വെടിപ്പാക്കി തരത്തില്ല. ഒരു പക്ഷെ നമ്മുടെ മുഖം ആ കണ്ണാടിയിൽ വെച്ച് ഉരസുകയാണെങ്കിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന മറ്റു പിള്ളേർ പറയും,
ഈ ചേച്ചിയെ അല്ലെങ്കിൽ ഈ ചേട്ടനെ അല്ലെങ്കിൽ ഈ അപ്പച്ചനെ എവിടെയെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോകേണ്ടതാണ് എന്ന് പറയും. കാരണം കണ്ണാടിക്ക് ഒരിക്കലും നിങ്ങളുടെ അഴുക്കുകളെ, മുഖത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അഴുക്കുകളെ കഴുകിക്കളയാൻ കണ്ണാടിക്ക് കഴിയയില്ല. അതാണ് ന്യായപ്രമാണം. എന്നാൽ അതിൻ്റെ തൊട്ട് താഴെ വച്ചിരിക്കുന്ന വെള്ളമുണ്ട്, അത് ദൈവവചനമാണ്. ഇന്ന് പലപ്പോഴും വെള്ളത്തിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ദൈവവചനത്തിനാണ്. ദൈവവചനത്തിലാണ് നമ്മൾ ആശ്രയം വയ്ക്കേണ്ടത്. അതുകൊണ്ട് അവിടെ ശിശുപാലകനായ ഒരു ന്യായപ്രമാണത്തിൽ നിന്ന് പ്രത്യേകിച്ച് യേശുവിലെങ്കിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് സുവിശേഷ മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന ദൈവികമായ അനുഗ്രഹം, നമ്മൾ അവനിൽ ആശ്രയിക്കുകയും അവനിൽ വിശ്വസിക്കുകയും അവനിൽ ഏകീഭവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇടയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവിൽ ആൾക്കാർ നമ്മളെ തെറ്റിക്കുന്നുണ്ടാവാം. നമ്മുടെ ഇടയിൽ ആത്മാവൊന്നുമില്ല. ലൂഥറൻ സഭയ്ക്ക് ആത്മാവുണ്ട്. ബൈബിൾ പറയുന്നു, ഉൽപ്പത്തി പുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടേയിരുന്നു. ആ പ്രവർത്തനം ഇപ്പോഴുമുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യരുടെ ഇടയിൽ വന്ന് പ്രവർത്തിക്കുകയും അതിനുശേഷം ആവശ്യം കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശീകരണം കഴിഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പ് കഴിയുമ്പോൾ കാര്യസ്ഥനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് നൽകി അവരെ അനുഗ്രഹിച്ച് ഇപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകി നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവനിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് അവനിൽ ഏകീഭവിക്കുവാൻ കഴിയുന്നത്. ദൈവാത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനം അതിപ്പോഴുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇനി നമ്മൾ തിരിച്ച് സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ അവിടെ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ വേദനിക്കുന്ന ഒരനുഭവമാണ്. ഇന്നത്തെ മക്കളാരും ഭവനങ്ങളിൽ പാർക്കുന്ന അവസ്ഥകളൊക്കെ മാറി. 10 മണിക്കും 12 മണിക്കും 1 മണിക്കുമൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളെല്ലാം എല്ലാം കടകളിലാണ്. പല പല കടകളിലും പല സ്ഥല തെരുവുകളിലുമൊക്കെയാണ് അവരെ സംസാരവും ഒക്കെയുള്ള വഴികളിൽ പോകുന്നത്. ഇവിടെ പുതിയ നിയമത്തിൽ പറഞ്ഞൊരു കാര്യം, വീട്ടിൽ നിന്ന് ഈ മക്കളെയൊക്കെ കാടുകളിലേക്ക് ഓടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ വീട്ടിൽ സ്വസ്ഥമായിട്ട് അവർ വിശ്രമിക്കുന്നില്ല. നമ്മുടെ മക്കളെയൊക്കെ പ്രാർത്ഥനയോടെ അവർ പറയണം, മക്കളെ 10 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്, അത് കഴിയുമ്പോൾ നിങ്ങൾ പുറത്തു പോയി ഒരു കാര്യത്തിനും പോകരുത് എന്നുള്ള ഒരു സമയനിഷ്ഠ ഉണ്ടായിരിക്കണം. പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവർക്കൊരു നിയന്ത്രണം ഉണ്ടായിരിക്കണം. അല്ലാതെ പോകുന്നത് ഇവിടെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 39 വരെ പഠിക്കുമ്പോൾ അവനെ ഒരു ഭൂതം ബാധിച്ചതുപോലെ അവൻ കാടുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഞാൻ അതിൽ നിന്ന് പ്രത്യേകമായി 1-2 കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ കാടിലേക്ക് ഓടിപ്പോകാതെ നിന്റെ പേരെന്താണ് എന്ന് നീ മനസ്സിലാക്കണം. നീ ആരാണ്? നീ ഒരു ദൈവത്തിൻ്റെ പൈതലാണ്. നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിന്റെ യാത്ര എവിടം വരെ ആകാവൂ, നിനക്ക് എവിടം വരെ പോകാം എന്നുള്ളത് അതിര് തന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ എവിടെയോ വിദ്യാഭ്യാസം ചെയ്തോ, പക്ഷെ നിങ്ങളുടെ യാത്രകൾ വളരെ സുരക്ഷിതമാക്കണം. നിങ്ങൾ വഴിമാറി യാത്ര ചെയ്യരുത്. അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തീരണം. അതുകൊണ്ട് നീ സുബോധം വന്ന് യേശുവിൻ്റെ കാൽക്കലിരിക്കണം എന്നാണ്. ഈ മനുഷ്യൻ്റെ സുബോധം നഷ്ടപ്പെട്ട മനുഷ്യൻ ഈ ലോകത്ത് യാത്ര ചെയ്യുന്നത് പോലെ തെരുക്കോണുകളിലും ലോകത്തിലും നമ്മുടെ ഭവനവും നമ്മുടെ ആരാധനയും വിട്ട് മനുഷ്യൻ യാത്ര ചെയ്യുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ രാവിലെ സമയം ദൈവവചനം പറയുന്നു, സുബോധം വന്ന് യേശുവിൻ്റെ കാൽക്കലിരിക്കണം.
അങ്ങനെ സുബോധം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായി തീരരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ കടന്നു വരണം. അവിടുത്തെ അനുഗ്രഹങ്ങൾ അവർ പ്രാപിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, അവന് സുബോധം വന്നപ്പോൾ അവൻ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്ത ഒക്കെയും അറിയിക്കുക എന്നാണ് പറയേണ്ടത്. ദൈവം എനിക്ക് ചെയ്ത ഉപകാരം, ദൈവത്തിന് നന്ദി പറയുവാൻ ഉള്ള ഉപകാര സ്മരണയാണ് ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്നതായ പ്രിയപ്പെട്ടവർ. എത്ര പേര് ഈ മനോഹരമായ ആരാധനയെ കളഞ്ഞിട്ട് എവിടെയെല്ലാം സഞ്ചരിക്കുന്നു, ഏതെല്ലാം വഴികളിൽ പോകുന്നു, ഏതെല്ലാം തെരുവുകളിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്, ആരുടെയൊക്കെയോ കൂട്ടുകൾ കൂടുന്നുണ്ട്. അങ്ങനെ ഈ ലോകം മുഴുവനും സഞ്ചരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, നീ തിരിച്ച് നിൻ്റെ വീട്ടിലേക്ക്, നിൻ്റെ ഭവനത്തിലേക്ക്, നിൻ്റെ ആത്മീക ജീവിതത്തിലേക്ക്, നിങ്ങളെ വളർത്തിയ മാതാവിൻ്റെയും പിതാവിൻ്റെയും അടുത്തിലേക്ക്, നിങ്ങളെ വളർത്തിയ സഭയിലേക്ക് നിങ്ങൾ മടങ്ങി വന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ബലഹീനനാണ്, അല്ലേ? ആൾക്കാർ പറയുമ്പോൾ, എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ഓടിപ്പോകുവാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ബൈബിൾ പറയുന്നു, ബലഹീന മനുഷ്യനെ തേടി വന്ന ദൈവമാണ്. ആ ദൈവം പറയുന്നു, ക്രിസ്തുവിലൂടെ നൽകിയ പുത്രത്വത്തിൻ്റെ അവകാശത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമ്പോൾ ഈ ബലഹീനതകളിൽ നിന്ന് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി സ്വന്തം വഴിയിൽ നടക്കാതെ ദൈവത്തെ വിഷമിപ്പിക്കുക എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി വിഗ്രഹങ്ങളിലേക്ക് തിരിയാതെ തിന്മയുടെ ശക്തിക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട്, ഈ ലോകം എന്ന് പറയുന്നത് തിന്മയുടെ വഴികളിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കുന്നതാണ്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹം തരും, നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ തരും, നിങ്ങളുടെ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുടുംബങ്ങൾക്കൊക്കെ നന്മയുണ്ടാകും. ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നെങ്കിൽ അവർ തീരുമാനമെടുക്കണം, എനിക്ക് മടങ്ങി ഞാൻ കാടുകളിലേക്ക് പോകാതെ, നശിച്ചു പോകാതെ തിരുസന്നിധിയിലേക്ക് വരിക എന്നുള്ളത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഒരാഗ്രഹമായി തീരണം. ഇല്ല എങ്കിൽ യെശയ്യാവ് പറഞ്ഞതുപോലെ നിൻ്റെ മാർവിടത്തിലേക്ക് എൻ്റെ കൈ നീട്ടും എന്നാണ്. നിന്റെ സന്നിധിയിലേക്ക്, നിന്റെ മാർവിടത്തിലേക്ക് കൈ നീട്ടുന്ന ഒരു ശക്തി പഴയ നിയമത്തിലുണ്ട്. അത് ന്യായപ്രമാണമാണ്. അത് ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. അത് സംഭവിക്കാതിരിക്കാൻ നമുക്ക് ഈ ദൈവത്തിൻ്റെ മുമ്പിൽ ഭയഭക്തിയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, വിശ്വസ്തനായി നിന്നുകൊണ്ട് നമ്മൾ അവിടെ ഇവിടെയും തങ്ങി നിൽക്കാതെ ഒരു ആരാധന നമുക്കുണ്ടെങ്കിൽ, ഒരു വിശുദ്ധ ആരാധന ഉണ്ടെങ്കിൽ അവിടേക്ക് മടങ്ങി വരാനുള്ള ഒരു സമയം ദൈവം വീണ്ടും വീണ്ടും വിളിച്ച് ആഹ്വാനം ചെയ്യുകയാണ്. ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ കൈ നീട്ടിയാൽ നമുക്ക് പരാജയമാണ്. നമ്മൾ തളർന്നു പോകും. നമ്മുടെ തലമുറകളിലെയും ആ അവസ്ഥകളിൽ ആ വിഷയം വന്നു കഴിയുമ്പോൾ അത് തളർന്നു പോകും എന്നുള്ളതാണ് ഇന്ന് ലോക മനുഷ്യർ അനുഭവിക്കുന്ന ആ ഒരു അനുഭവത്തിൽ നിന്ന് മാറി വരുവാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവികമായ ഒരു പരിപാലനം നിന്റെ ജീവിതത്തിലുണ്ട്. ദൈവികമായ ഒരു പരിപാലനം നിന്റെ ജീവിതത്തിലേക്ക് നൽകുമ്പോൾ, ശത്രുബാഹുല്യ നിമിത്തം നീ നശിച്ചു പോകുമ്പോൾ ദൈവം നിന്നെ പറയുന്നു, ദൈവഭക്തൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ആ സങ്കീർത്തനക്കാരൻ വളരെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് അഭയം നൽകുന്ന ദൈവമാണ് നിങ്ങളെ ദൈവം. ചിറകിൻ്റെ മറവിൽ സംരക്ഷണം നൽകുന്ന ദൈവമാണ്. നിങ്ങളെ ഉറങ്ങാതെ ഇരിക്കുന്ന ഒരു സൂക്ഷിപ്പുകാരനാണ്, പരദേശിയുടെ ഒരു കൂട്ടുകാരനാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് അവനെ അനുസരിച്ച് നല്ല ഭയഭക്തിയോടെ പ്രാർത്ഥനയോടെ ജീവിക്കുന്ന ഒരു കുടുംബമായി അവർക്ക് ലഭിച്ച മക്കൾ നല്ല സൗഭാഗ്യമുള്ള മക്കളായി, നല്ല ജോലിയുള്ള മക്കളായി, വഴികളിൽ തെറ്റി വീണ് പോകാതെ, കാണുന്ന വഴികളിലൊന്നും ഇറങ്ങിപ്പോകാതെ, ലോകം നിങ്ങളെ സ്നേഹിക്കും, ലോകക്കാർ നിങ്ങളെ സ്നേഹിക്കും. ആ സ്നേഹ വഴികളെല്ലാം പലപ്പോഴും നാശമാണ് എന്ന് മനസ്സിലാക്കി നീ ഒരു സുബോധമുള്ള വ്യക്തിയായി
ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു അനുഗ്രഹമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അത് നമുക്ക് ആസ്വദിക്കുവാൻ ഈ ദിവസം, ഈ മാസം നമുക്ക് ലഭിച്ച ഈ ശുശ്രൂഷയിലൂടെ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തയേശുവിങ്കൽ കാക്കുമാറാകട്ടെ. ആമേൻ.